അതുപോലെ തന്നെ ഈ സമീപകാലത്ത് സജിത അടക്കമുള്ള സുഹൃത്തുക്കൾ, ഇപ്പോൾ നമ്മുടെ വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ തന്നെ WCC എന്ന ഒരു പ്രസ്ഥാനവുമായി കടന്നു വന്നപ്പോൾ അത് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ തന്നെ വലിയൊരു വിപ്ലവമായി മാറി എന്നുള്ളതാണ്. അതിൻ്റെ പ്രസക്തി ഒരുപക്ഷെ ഈ കാലത്ത് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇനി വരുന്ന കാലം അത് അടയാളപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ സ്ഥാപക അംഗം എന്നുള്ള രീതിയിലും സജിതയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സുഹൃത്ത്, കലാകാരി എന്നുള്ള രീതിയിൽ സജിതയെ അടയാളപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. എപ്പോഴും സിനിമ മാത്രമല്ല, സിനിമ അപൂർവമായിട്ട് കടന്നു വരാറുള്ളൂ. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങളിലായാലും ശരി, അപ്പോഴൊക്കെ തന്നെ സിനിമയ്ക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് സജിത കൂടുതലും സംസാരിക്കുക. സിനിമ എന്ന് പറയുന്നത് സജിതയെ സംബന്ധിച്ചോളം ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിലൊക്കെ തന്നെ പറഞ്ഞു. കാരണം അതിലൊക്കെ തന്നെ അസാധാരണമായൊരു വൈഭവം, സജിതയുടെ ഐഡിയാസൊക്കെ തന്നെ അടുത്ത് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. സജിതയുടെ പുസ്തകത്തിലേക്ക് വന്നാൽ, സജിത എനിക്ക് പുസ്തകം വായിക്കാൻ തന്നു, വെള്ളി വെളിച്ചവും വെയിൽനാളങ്ങൾ. ആ പേരിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരു വെള്ളി വെളിച്ചം എന്ന് പറയുമ്പോൾ പൊതുവേ സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയാറ്. അതല്ലാണ്ടും അതിലൊരുപാട് അർത്ഥമുണ്ട്. ലൈം ലൈറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ പല അർത്ഥങ്ങളിലും നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ പൊതുവേ വെള്ളി വെളിച്ചത്തിൽ സിനിമയാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല. അതിലുപരി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സജിത ഇതിൽ പുസ്തകത്തെ ആളുകളിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത് അവരുടെ നാടക സങ്കല്പങ്ങളും നാടക പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ നാടക പ്രവർത്തനവും ഈ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്നൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ പിന്നാമ്പുറ കഥകളിൽ വളരെ എന്താ പറയുക, പ്രയത്നം മാത്രമല്ല, ഒരുപാട് കണ്ണീരിൻ്റെയൊക്കെ ആവശ്യമുള്ള ഒരുപാട് രംഗങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, നിമിഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കും. ഇപ്പോൾ വെയിൽനാളങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവെ നമ്മളെല്ലാവരും പറയില്ല, ഒരു ചൂട് എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മൾ അനുഭവിച്ച ചൂട് എന്നുള്ള രീതിയിൽ, ജീവിതം കൊണ്ട് നമ്മൾ അനുഭവിച്ച ചൂട് എന്നുള്ളൊരർത്ഥത്തിൽ വേണമെങ്കിൽ വെയിൽനാളങ്ങളെ നമ്മൾ ഒറ്റ വാക്കിൽ പറയാം. പക്ഷെ അതിലുപരിയായിട്ട് നമ്മുടെ അകത്തുനിന്നുള്ളൊരു ചൂടുണ്ട്. ആ ചൂടെന്ന് പറയുന്നത്, അതിൻ്റെ താപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. കാരണം ആ ചൂട് ശരീരത്തിൽ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സജിതയുടെ ഈ ബഹുമുഖ പ്രതിഭ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും അവസാനിക്കാത്ത ആ ഒരു തൃഷ്ണ, ആ ഒരു ചൂട് ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പുസ്തകത്തിന് ആ പേര് വളരെ അനുയോജ്യമായിട്ട് എനിക്ക് തോന്നി.